Hi everyone, I am Sigit Samadani. Today we are going to discuss about how to introduce or present yourself. എങ്ങനെ പ്രസന്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. അത് മെയിൽ ആണെങ്കിൽ അങ്ങനെ, ഫീമെയിൽ ആണെങ്കിൽ അങ്ങനെ, ഇനി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ രീതിയിൽ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു പോലീസ് ഓഫീസറിനെ ഒരു ഓഡിയൻസിൻ്റെ മുന്നിലോട്ട് വിളിക്കുന്നു. പോലീസ് ഓഫീസർ പുള്ളി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നു. ഹായ് ഓൾ, ഹായ് കൊടുക്കുന്നു എല്ലാവർക്കും, അല്ലെങ്കിൽ ഹായ് എവരി വൺ, അല്ലെങ്കിൽ ഹായ് ഫ്രണ്ട്സ്. മൂന്ന് രീതി എടുത്തു വയ്ക്കൂ. ഹായ് ഓൾ, ഹായ് എവരി വൺ, ഹായ് ഫ്രണ്ട്സ്. മൂന്ന് എളുപ്പമല്ലേ? ഇതിലേതെങ്കിലും ഒന്ന് മാറ്റി ഉപയോഗിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക് യു ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ആദ്യം തന്നെ പറയട്ടെ എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ ആദ്യം തന്നെ എന്നിരിക്കട്ടെ. താങ്ക് യു ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഈ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, ഈ വലിയൊരു അവസരം നൽകിയതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ആ ഒരു രീതിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ നമ്മളൊരു പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ ആണെങ്കിലും, അത് ഇൻ്റർവ്യൂ ഡെസ്കിന് മുന്നിലാണെങ്കിലും, എവിടെയാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നല്ലതാണ്. വേറെ ഇതിന് റിപ്ലേസ് ചെയ്യുന്ന വാക്കുകൾ വരും. അടുത്തടുത്ത ഘട്ടങ്ങളിൽ ഞാനത് പറയുന്നതായിരിക്കും. ഓക്കെ, ഈ ക്ലാസ് അവസാനം വരെ കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഐ ആം അലക്സ്, ഞാൻ അലക്സ് ആകുന്നു, അല്ലെങ്കിൽ ഞാൻ അലക്സ് ആണ്. ഐ ആം എ പോലീസ് ഓഫീസർ, ഞാനൊരു പോലീസ് ഓഫീസറാണ്. ഐ ആം എ പോലീസ് ഓഫീസർ. കണ്ടല്ലോ, ഐ ആം എ പോലീസ് ഓഫീസർ എന്നതിനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ രീതിയിൽ പറയുക. ഐ ആം എ പോലീസ് ഓഫീസർ, ഐ ആം എ പോലീസ് ഓഫീസർ. ഐ ആം മാരീഡ്, ഞാൻ വിവാഹിതനാണ്. ഐ ആം മാരേജ് എന്ന് പറയരുത്, തെറ്റാണ്. ഐ ആം മാരീഡ്, ഞാൻ വിവാഹിതനാണ്. മൈ വൈഫ് ഈസ് എ ടീച്ചർ. എങ്ങനെ? മൈ വൈഫ് ഈസ് എ ടീച്ചർ, എൻ്റെ ഭാര്യ ഒരു അധ്യാപികയാണ്. മൈ വൈഫ് ഈസ് എ ടീച്ചർ, എൻ്റെ ഭാര്യ ഒരു അധ്യാപികയാണ്. ഷീ വർക്ക്സ് ഇൻ TKM കോളേജ്, കൊല്ലം. ഷീ വർക്ക്സ് ഇൻ, അവൾ വർക്ക് ചെയ്യുന്നത് TKM കോളേജിലാണ്. ഇൻ കൊല്ലം, കൊല്ലത്തുള്ള TKM കോളേജിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. ഏതാണ് TKM കോളേജ്? ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു പേരാണിത്. തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കോളേജ് അല്ലേ? ഷീ വർക്ക്സ് ഇൻ TKM കോളേജ്. ഉണ്ടല്ലോ. നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലോ? ഐ വർക്ക് ഇൻ TKM കോളേജ് ഇൻ കൊല്ലം. അങ്ങനെ പറയുക. വി ഹാവ് 4 ചിൽഡ്രൻ. എങ്ങനെ? വി ഹാവ് 4 ചിൽഡ്രൻ, നമുക്ക് 4 മക്കളുണ്ട്. ഉണ്ടല്ലോ. വി ഹാവ് 4 ചിൽഡ്രൻ, നമുക്ക് 4 മക്കളുണ്ട്. 2 sons ആൻഡ് 2 daughters. 2 sons, 2 ആൺമക്കൾ, ആൻഡ് 2 daughters, 2 പെൺമക്കൾ. എൽഡർ സൺ സ്റ്റഡീസ് ഇൻ കാനഡ. മൂത്ത മകൻ, എൽഡർ സൺ, മൂത്ത മകൻ, സ്റ്റഡീസ് ഇൻ കാനഡ, കാനഡയിൽ പഠിക്കുന്നു. ഹി ഹാസ് എ പാർട്ട് ടൈം ജോബ്, അവനൊരു പാർട്ട് ടൈം ജോബ് ഉണ്ട്. ഉണ്ടല്ലോ. ഹി ഹാസ് എ പാർട്ട് ടൈം ജോബ്, അവനൊരു പാർട്ട് ടൈം ജോബ് ഉണ്ട്. ഹി മീറ്റ്സ് ഹിസ് എക്സ്പെൻസസ് ത്രൂ ദ പാർട്ട് ടൈം ജോബ്. പാർട്ട് ടൈം ജോബിലൂടെ, അല്ലെങ്കിൽ ആ പാർട്ട് ടൈം ജോബിലൂടെ അവൻ്റെ ചിലവുകൾ, എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നു, അതായത് കണ്ടെത്തുന്നു. ഇവിടെ മീറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം കണ്ടെത്തുക എന്നാണ്. എൻ്റെ കൂടെ ഒന്ന് പറയൂ. ഹി മീറ്റ്സ് ഹിസ് എക്സ്പെൻസസ് ത്രൂ ദ പാർട്ട് ടൈം ജോബ്, അല്ലെങ്കിൽ ഹി മീറ്റ്സ് ഹിസ് എക്സ്പെൻസസ് ത്രൂ ഹിസ് പാർട്ട് ടൈം ജോബ്, അല്ലെങ്കിൽ ത്രൂ ദ പാർട്ട് ടൈം ജോബ്, അല്ലെങ്കിൽ ത്രൂ ദാറ്റ് പാർട്ട് ടൈം ജോബ്. ഈ രീതിയിലെല്ലാം പറയാം. കാരണം ഇവിടെ ഇവിടെ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ദാറ്റ് ഇവിടെ ഉപയോഗിച്ച കുഴപ്പമുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട. അവിടെ വരുന്ന ഏതാണ് അത് ഏതെങ്കിലും ഒന്നിടത്തോടെ ഉപയോഗിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. സെക്കൻഡ് സൺ സ്റ്റഡീസ് ഇൻ കേരള യൂണിവേഴ്സിറ്റി ഇൻ ട്രിവാൻഡ്രം. സെക്കൻഡ് സൺ പഠിക്കുന്നത് തിരുവനന്തപുരത്തുള്ള കേരള യൂണിവേഴ്സിറ്റിയിലാണ് സെക്കൻഡ് സൺ പഠിക്കുന്നത്. തേർഡ് ആൻഡ് ഫോർത്ത് ഡോട്ടേഴ്സ് സ്റ്റഡി ഇൻ ഹോളി ഏഞ്ചൽസ് ഇൻ ട്രിവാൻഡ്രം. ഹോളി ഏഞ്ചൽസ്, ട്രിവാൻഡ്രത്തുള്ള ഹോളി ഏഞ്ചൽസിലാണ് 2 പെൺമക്കൾ, അല്ലെങ്കിൽ മൂന്നാമത്തതും 4മത്തതുമായ പെൺമക്കൾ. 4മത്തെ ആൾക്കാരാണ് ഈ പെൺമക്കൾ. അതാണ് അങ്ങനെ പറയുന്നത്. തേർഡ് ആൻഡ് ഫോർത്ത് ഡോട്ടേഴ്സ്, അല്ലെങ്കിൽ 2 daughters study in Holy Angels in Trivandrum. That's all about me and my family. ഇതൊക്കെയാണ് എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും. അതിനുശേഷം നിങ്ങൾക്ക് ആ സ്പീച്ച്, ആ ചെറിയ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ ഫിനിഷ് ചെയ്യാം.
ദാറ്റ്സ് ഓൾ അബൌട്ട് മീ ആൻഡ് മൈ ഫാമിലി. താങ്ക് യു ഓൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മെല്ലെ പോകാം. എന്തായാലും ബുദ്ധിമുട്ട് നിൽക്കേണ്ട, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ മലയാളത്തിൽ സംസാരിച്ചോട്ടെ എന്നൊന്നും പറയേണ്ട. ഇത്രയും സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യരുത്. നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ഏതാണ് അതിനെ മാത്രം നിങ്ങളൊന്ന് മാറ്റി കയറ്റുക, അതേ മാറ്റി ആഡ് ചെയ്യുക, അല്ലേ? അത്രയല്ലേ ഉള്ളൂ. ഇത്രയും സെൻറ്റൻസ് നിങ്ങൾക്ക് മതിയാകും. കൂടുതൽ സെൻറ്റൻസുകൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ നമുക്ക് സ്പീച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ പ്രിയ ടു ദ സ്റ്റേജ് ടു ടോക്ക് അബൌട്ട് ഹെർസെൽഫ്. അടുത്തത് ഞാൻ പ്രിയയെ സ്റ്റേജിലോട്ട് വിളിക്കുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥം കൊടുക്കാം. അവളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പ്രിയയെ ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, പലതരത്തിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും. അപ്പോൾ പ്രിയ വന്ന് നിൽക്കുകയാണ്. പ്രിയയാണ് അടുത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പോകുന്നത്. ഐ എം വെരി ഹാപ്പി ടു ഹാവ് വിത്ത് യു. ഐ എം വെരി ഹാപ്പി, ഞാൻ വളരെ സന്തോഷവതിയാണ്. ടു ഹാവ് വിത്ത് യു, നിങ്ങളുടെ കൂടെ നിലനിൽക്കുന്നതിൽ, അല്ലെങ്കിൽ നിങ്ങളോട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ സമയം ചിലവഴിക്കുന്നതിന്. ഓക്കെ, ഐ എം വെരി ഹാപ്പി ടു ഹാവ് വിത്ത് യു. അപ്പോൾ ഈ രീതി പഠിച്ചു വയ്ക്കുക. നമ്മൾ അലക്സിനെ പഠിച്ചപ്പോൾ ഒരു രീതി പഠിച്ചു, ഓർമ്മിച്ച് വയ്ക്കുക. അലക്സ് എന്താ പറഞ്ഞത്? താങ്ക് യു ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. പ്രിയ എന്ത് പറഞ്ഞു? ഐ എം വെരി ഹാപ്പി ടു ഹാവ് വിത്ത് യു. 2 സെൻറ്റൻസ് എഴുതി വയ്ക്കുക. ഒന്ന് പോയാൽ അടുത്ത് ഉപയോഗിക്കുക, മാറി മാറി ഉപയോഗിക്കുക, കേട്ടല്ലോ. ഐ എം പ്രിയ, ഞാൻ പ്രിയയാണ്. ഐ എം എ ഹോം മേക്കർ, ഞാനൊരു വീട്ടമ്മയാണ്. ഹോം മേക്കർ എന്ന് പറയുമ്പോൾ ഹൗസ് വൈഫ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റൈലിഷാണ്, കുറച്ചുകൂടെ പ്രയോറിറ്റിയാണ്. കാരണം ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡ് വേ ആണ് ഹൗസ് ചോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത്. പക്ഷേ ഹോം മേക്കർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഓർഗനൈസ് ചെയ്യുന്ന ഒരാളാണ്. അതിനേക്കാളും ഹൗസ് വൈഫിനേക്കാളും കുറച്ച് മികച്ച് നിൽക്കുന്ന ഒരു വൊക്കാബുലറിയാണ് ഹോം മേക്കർ. അത് പറയുക. ഓക്കെ, നിങ്ങൾ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരുന്ന് കാര്യങ്ങൾ നോക്കുന്ന, വീട് നിയന്ത്രിക്കുന്ന, കുടുംബത്തെ നിയന്ത്രിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ ഇങ്ങനെ പറയാം, ഹോം മേക്കർ. ഹോം മേക്കർ എന്ന് ഉപയോഗിക്കുന്നത് വീട്ടമ്മയ്ക്ക് മാത്രമല്ല, അത് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്, ആണും ഉണ്ട് പെണ്ണും ഉണ്ട്, കേട്ടല്ലോ. വീട്ടിനെ നിയന്ത്രിച്ച് വീട്ടിലിരിക്കുന്ന കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ ഹോം മേക്കറാണ്. അതൊരാണാകാം അല്ലെങ്കിൽ പെണ്ണാകാം. ഓക്കെ, ഐ എം മാരീഡ് ടു എ ബിസിനസ് മാൻ. ഞാനൊരു ബിസിനസ് മാനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. പ്രിയയുടെ ഭർത്താവ് ഒരു ബിസിനസ് മാൻ എന്നാണ് പ്രിയ ഇവിടെ പറയുന്നത്. ഐ എം മാരീഡ് ടു എ ബിസിനസ് മാൻ. ചേർത്ത് പറയുമ്പോൾ ഐ എം മാരീഡ് ടു എ ബിസിനസ് മാൻ. ഐ എം മാരീഡ് ടു എ ബിസിനസ് മാൻ. വി ഹാവ് 3 ചിൽഡ്രൻ. നമുക്ക് 3 മക്കളുണ്ട്. വി ഹാവ് 3 ചിൽഡ്രൻ. നമുക്ക് 3 മക്കളുണ്ട്. മൈ ഹസ്ബൻഡ് റൺസ് ബിസിനസ് ഇൻ UAE. എൻ്റെ ഹസ്ബൻഡ് ബിസിനസ് നടത്തുന്നത് UAE-യിലാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ് UAE-യിലാണ് എന്നുള്ള അർത്ഥം കൊടുക്കാം. മൈ ഹസ്ബൻഡ് റൺസ് ബിസിനസ് ഇൻ UAE. He has 200 employees from 3 companies. അദ്ദേഹത്തിന് 200 എംപ്ലോയികളുണ്ട്, ജോലിക്കാരുണ്ട്. ഫ്രം 2 companies, ഫ്രം 3 companies, 3 കമ്പനിയിൽ നിന്ന്. അതായത് 3 കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിന് 200 ജോലിക്കാരുണ്ട്. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ, എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ജോലിക്കാർ. അതായത് എംപ്ലോയി എന്നതിൻ്റെ പ്ലൂറലാണ് എംപ്ലോയീസ്. It's been 20 years since he started his first company in Dubai. ഇറ്റ്സ് ബീൻ 20 years, 20 വർഷമായി. 20 വർഷമായി എന്നുള്ള അർത്ഥം കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ബിൻ എന്നതിൻ്റെ കൺട്രാക്ഷനാണ് ഇറ്റ്സ് ബിൻ 20 years, 20 വർഷമായി. സിൻസ് ഹി സ്റ്റാർട്ടഡ്, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഹിസ് ഫസ്റ്റ് കമ്പനി ഇൻ ദുബായ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കമ്പനി ദുബായിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 20 വർഷമായി എന്നാണ് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് ബീൻ എങ്ങനെയാ? ഒന്നുകൂടെ പറയൂ. ഇറ്റ്സ് ബീൻ 20 years അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ 20 years since he started his first company in Dubai. അടുത്തത് ഒരു വിദ്യാർത്ഥിയുടെ ഇൻട്രൊഡക്ഷനാണ്, നോക്കാം. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ ടു ബി ഹിയർ വിത്ത് യു. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ, ഇത് വളരെയധികം സന്തോഷമാണ്. ടു ബി ഹിയർ വിത്ത് യു, നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതിൽ, നിങ്ങളുമായി സമയം ചെലവഴിക്കുന്നതിൽ എന്നുള്ള പൂർണ്ണമായ അർത്ഥം അവിടെ ഉണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ ടു ബി ഹിയർ വിത്ത് യു. അതിനെ നമ്മൾ കൺട്രാക്ട് ചെയ്ത് കുറച്ച് ഫാസ്റ്റായിട്ട് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ ടു ബി ഹിയർ വിത്ത് യു. ഇതൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് നമ്മുടെ ഷോൾഡറിനെ ഒന്ന് ലൂസാക്കിയിട്ട് പറയണം. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ ടു ബി ഹിയർ വിത്ത് യു എന്ന് പറയരുത്. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ ടു ബി ഹിയർ വിത്ത് യു. ഓഡിയൻസിനെ നമ്മൾ ഒരു കാറിനെ വൈപ്പർ അടിക്കുന്നത് പോലെ നോക്കി പറയുക. എങ്ങനെയാ? ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ ടു ബി ഹിയർ വിത്ത് യു. ഐ ആം എബിൻ, ഞാൻ എബിനാണ്. ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഐ സ്റ്റഡി ഇൻ ഫറൂഖ് കോളേജ്, ഞാൻ ഫറൂഖ് കോളേജിലാണ് പഠിക്കുന്നത്. I study in Farooq College. I am studying in Farooq College അല്ല, I study in Farooq College. ഞാൻ ഫറൂഖ് കോളേജിലാണ് പഠിക്കുന്നത്. My parents work, എൻ്റെ പാരൻസ് വർക്ക് ചെയ്യുന്നു.
മൈ പാരൻസ് ആർ വർക്കിംഗ് എന്നല്ല, മൈ പാരൻസ് വർക്ക്, എൻ്റെ പാരൻസ് വർക്ക് ചെയ്യുന്നു, അതായത് ഇവൻ്റെ രക്ഷകർത്താക്കൾ വർക്ക് ചെയ്യുന്നു എന്നുള്ള അർത്ഥം. മൈ ഫാദർ ഇസ് എ ബാങ്ക് മാനേജർ, എൻ്റെ ഫാദർ ഒരു ബാങ്ക് മാനേജറാണ്. എങ്ങനെയാ? മൈ ഫാദർ ഇസ് എ ബാങ്ക് മാനേജർ, എൻ്റെ ഫാദർ ഒരു ബാങ്ക് മാനേജർ എന്നാണ് അവന് പറയുന്നത്. മൈ മദർ ഇസ് എ ഡോക്ടർ, എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഡോക്ടറാണ്. മൈ മദർ ഇസ് എ ഡോക്ടർ, എൻ്റെ ഉമ്മ ഒരു ഡോക്ടറാണ്. ഐ ഹാവ് എ സിസ്റ്റർ, എനിക്ക് ഒരു സഹോദരിയുണ്ട്. ഐ ഹാവ് എ സിസ്റ്റർ എന്നതിനെ ചേർത്ത് പറയുന്നതാണ് ഐ ഹാവ് എ സിസ്റ്റർ. എങ്ങനെയാ? ഐ ഹാവ് എ സിസ്റ്റർ. ഒന്ന് പറഞ്ഞേ, ഐ ഹാവ് ഐ ഹാവ് എ സിസ്റ്റർ, എനിക്കൊരു സഹോദരിയുണ്ട്. ഐ ഹാവ് വൺ സിസ്റ്റർ എന്ന് പറയണോ? അതിൻ്റെ ആവശ്യമില്ല അല്ലേ? ഐ ഹാവ് എ സിസ്റ്റർ, ഐ ഹാവ് എ സിസ്റ്റർ, എനിക്കൊരു സഹോദരിയുണ്ട്. ഷീ സ്റ്റഡീസ് ഇൻ 8th grade, അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എത്രയില്ല? ഷീ സ്റ്റഡീസ് ഇൻ 8th grade, 8ാം ക്ലാസ്. 8th standard എന്ന് പറയില്ലേ, അത് തന്നെയാണ് 8th grade. ഷീ സ്റ്റഡീസ് ഇൻ 8th grade അല്ലെങ്കിൽ 8th standard. ഐ ആം എ ഫുട്ബോൾ പ്ലെയർ, ഞാനൊരു ഫുട്ബോൾ പ്ലെയറാണ്. ഐ ആം എ ഫുട്ബോൾ പ്ലെയർ, ഞാനൊരു ഫുട്ബോൾ പ്ലെയറാണ്. ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് ദ ടീം, ഞാനാണ് ടീമിലെ ക്യാപ്റ്റൻ. ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് ദ ടീം, ടീമിലെ ക്യാപ്റ്റൻ ഞാനാണ്. മൈ പൊസിഷൻ ഈസ് മിഡ്ഫീൽഡ്, മൈ പൊസിഷൻ ഈസ് മിഡ്ഫീൽഡ്, എൻ്റെ പൊസിഷൻ മിഡ്ഫീൽഡാണ്. കണ്ടല്ലോ, ഇത്രയും പറയുമ്പോൾ തന്നെ ആ കുട്ടിക്ക് നിർത്തണമെന്ന് തോന്നുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ സെൽഫ്. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, താങ്ക് യു ഓൾ എന്നും പറയാം. താങ്ക് യു ഓൾ അല്ലെങ്കിൽ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ താങ്ക് യു ഫോർ കൺസിഡറിങ് മീ, എന്നെ പരിഗണിച്ചതിന് താങ്ക് യു ഫോർ കൺസിഡറിങ് മീ. ഇതെല്ലാം നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ എന്നും പറയാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെഷൻ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇൻട്രൊഡക്ഷനാണ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലേ, അല്ലെങ്കിൽ പ്രസൻറ്റ് യുവർ സെൽഫ്, ആ കാര്യമാണ് പഠിച്ചത്. ഒരു മാൻ, ഒരു വുമൻ, പിന്നെ ഒരു സ്റ്റുഡൻറ്റ്. ഇനി നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻറ്റൻസുകളൊക്കെ ആഡ് ചെയ്യാം. എല്ലാത്തിലും ഉപരി പ്രാക്ടീസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നമ്മൾ ചെയ്യുന്ന റെപ്പിറ്റേഷനാണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നത്. സോ ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് യുവർ പ്രാക്ടീസ്. Practice makes you a new person. See you in the next video.